മതേതര വിശ്വാസികൾ അതിദയനീയമായി പരാജയപ്പെടുത്തിയത് അല്ലാതെ എന്നോടുള്ളൊരു വലിയ വിരോധമല്ല. ഞാൻ അത്ര വലിയൊരു കടുപ്പക്കാരനൊന്നുമല്ല. ഞാൻ വളരെ ഒരു സാധുവാണ്. അങ്ങനെ ഒരാളായിട്ട് അങ്ങനെ ഒരു ഫൈറ്റിന് പോകുന്നതല്ല. ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയങ്ങളാ. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സത്യത്തിൽ ഞാൻ വല്ലാതെ ബേജാറായി. എന്താ സ്ഥിതി വെച്ചാല് ഒരു മണിയൊക്കെ ആവുമ്പോ ഞങ്ങൾ ഇങ്ങനെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ വന്ന് മണ്ണാർക്കാട് നിന്ന് ഒരു കൂട്ടർ വന്നിട്ട് ഇന്നങ്ങോട്ട് പിടിച്ചപ്പോ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാന്ന് ചോദിച്ചു. ഞങ്ങൾ കാഞ്ഞങ്ങാട്ട് നിന്നാണ്. കാഞ്ഞങ്ങാട്ട് നിന്ന് 1 മണിക്ക് മണ്ണാർക്കാട് ടൗണിൽ എത്തണമെങ്കിൽ ഇവരൊപ്പം പുറപ്പെട്ടിട്ടുണ്ടാവും. ഇന്ന് കാണുന്നവരൊക്കെ ഇവിടുന്നൊക്കാൾ വന്നിന് അതാ വന്നവരൊക്കെ അത് കൈവന്നിരിക്കുന്നു. അപ്പൊ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോ മണ്ണാർക്കാട്ടേക്ക് ഒരു ചെലവുണ്ടായിരുന്നില്ല. പടക്കം പുറത്തുനിന്ന്, ബാൻഡ് പുറത്തുനിന്ന്, ഓരോ അങ്ങാടിയിലും ആഘോഷം. അതിതൊക്കെ ആരുണ്ടാക്കിയത്? ഞങ്ങളാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ ഇങ്ങനെ ചുളിവില്, ഞാൻ പറഞ്ഞില്ലേ, 4000 വോട്ടിന് ജയിച്ചു പോകുന്നൊരു മണ്ഡലം. ആ രീതിയിൽ ഞങ്ങൾ അങ്ങനെ ജയിച്ച് ചെറിയൊരു ആഘോഷമായിട്ട് പോവുമായിരുന്നു. അത് ഈ കോലത്തിലാക്കിയത് നിങ്ങളാണ്, നിങ്ങളെ കയ്യിലിരിപ്പാണ്. കാരണം ഈ പ്രഖ്യാപനത്തോടു കൂടി എല്ലാവർക്കും പ്രതിഷേധമായി. ഇപ്പൊ ഈ സ്വീകരണം തന്നെ, അല്ലെങ്കിൽ ഇപ്പോ ഇന്ന് മലപ്പുറത്ത് വലിയൊരു സ്വീകരണം നടക്കാം. സത്യത്തിൽ ഞാനതിൽ പങ്കെടുക്കേണ്ട ആളാണ്. നാസറും കൂട്ടരൊക്കെ ആദ്യം നിശ്ചയിച്ച് ഞാൻ വരാന്ന് പറഞ്ഞു. ഏറ്റിട്ട് വരാതിരിക്കുന്നത് മോശമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ മലപ്പുറത്ത് സ്വീകരണം മാറ്റിയിട്ട് അങ്ങോട്ട് വന്നത്. മലപ്പുറത്ത് എനിക്കായിട്ടല്ല, മൊത്തം നമ്മുടെ ലീഗ് MLA-മാർക്ക്, തമിഴ്നാട്ടിലെ അബൂബക്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു വലിയ സ്വീകരണ സമ്മേളനം നടക്കാം. പക്ഷെ നമ്മൾ ആദ്യം അങ്ങനെ ഏറ്റാ പിന്നെ പോവുക എന്നുള്ളതൊരു മര്യാദ. അതുകൊണ്ട് തന്നെ മലപ്പുറത്തെ സ്വീകരണം വരെ മുടക്കിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ എനിക്ക് സ്വീകരണം തരാൻ എന്താ കാരണം? ഈ ഒരു മുഹബത്തല്ലാതെ വേറെ ഒന്നും മനസ്സിലായി. അപ്പൊ പടച്ചവനത്തിന് ഇന്നൊരു ഉപകരണമാക്കിയതാണ്. അല്ലാതെ ഞാനിതിൽ കക്ഷിയേ അല്ല സത്യത്തിൽ. അപ്പൊ നിങ്ങളൊരു പരീക്ഷണത്തിന് എന്നെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണം അതിദയനീയമായി പരാജയപ്പെട്ടു. ഇതാണ് മണ്ണാർക്കാട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇത്തരത്തിലുള്ള ഈ മര്യാദയില്ലാത്ത സമീപനങ്ങൾ അവസാനിപ്പിക്കാൻ. രാഷ്ട്രീയ നിലപാടുകൾ ആർക്കുമാവാം. നിങ്ങൾ സ്വീകരിച്ചോ, പലതും കിട്ടുമായിരിക്കും. ഇപ്പൊ തന്നെ പിണറായിനെ 2 വട്ടം കണ്ടല്ലോ. കിട്ടുന്നതൊക്കെ വാങ്ങിക്കോളി. മുമ്പും കിട്ടിയിട്ടുണ്ട്. രാജ്യ കമ്മിറ്റി, വഖഫ് ബോർഡ്,